നമസ്കാരം. ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എന്തൊക്കെയാണ് പഠിച്ചത്? ആൽവിയോലസിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് വരെ ആയിരുന്നു അല്ലേ? ആൽവിയോലസിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് അഥവാ വാതക വിനിമയം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? നമുക്ക് പഠിക്കാം അല്ലേ? അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ് അല്ലേ? ഹീമോഗ്ലോബിൻ എന്നാൽ എന്താ? നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കാണപ്പെടുന്നതാണ് ഹീമോഗ്ലോബിൻ. ബ്ലഡിലെ 3 സെൽസ് നമുക്കറിയാം അല്ലേ? RBC, WBC, പ്ലേറ്റ്ലേറ്റ്, പിന്നെ പ്ലാസ്മ. ഇത്രയുണ്ട് അല്ലേ? അപ്പോൾ എവിടെയാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്? RBCയിലാണ്, അതായത് അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ഓക്കെ, RBCയിലാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിക്ചർ എല്ലാവരും കണ്ടോ? പിക്ചർ നമ്മൾ ഏതാ തന്നിരിക്കുന്നത്? RBC ആണ് തന്നിരിക്കുന്നത്. RBCയിലെ ഒരു തരിതരി പോലെ ഒരു ഭാഗം കണ്ടോ? അതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിനെ വ്യക്തമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ അത് ഹീമോഗ്ലോബിൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് RBCയിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? RBCയിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ദെൻ ഇതിന് പ്രോട്ടീൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പ്രോട്ടീൻ ഉണ്ട്. ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന പ്രധാന പ്രോട്ടീനാണ് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഒരു RBC നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 270 മില്യൺ എന്ത് കാണപ്പെടാം? ഹീമോഗ്ലോബിൻ കാണപ്പെടാം. ഒരു RBC നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് 270 മില്യൺ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നതാണ്. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജനെയും 4 കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ? നമ്മൾ ആൽവിയോലസിൽ ഗ്യാസ് എക്സ്ചേഞ്ച് പറഞ്ഞു അല്ലേ? എവിടെ ഗ്യാസ് എവിടെ? ഓക്സിജൻ എവിടെ എത്തിക്കുക? ബ്ലഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓക്സിജന് കൂട്ടുപോയ ഒരാളാണ് ഹീമോഗ്ലോബിൻ അല്ലേ? അപ്പോൾ ഓരോ ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ വെച്ച് ചുമന്നുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. തിരിച്ച് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് മെറ്റീരിയൽ ബ്ലഡിലെത്തിയപ്പോൾ ഹീമോഗ്ലോബിനായിട്ട് മൈൻഡ് ചെയ്തു അല്ലേ? അവിടെയും 4 കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒരു ഹീമോഗ്ലോബിൻ 4 കാർബൺ ഡൈ ഓക്സൈഡിനെയും ചുമന്നുകൊണ്ടാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജനെയും 4 കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. പിന്നെ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും കേസിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഫീമെയിലിനെ അപേക്ഷിച്ചിട്ട് മെയിലിനാണ് എന്ത്? ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലുള്ളത്. ഫീമെയിലിന് 12 to 16 ഗ്രാം ഡെസിബലാണ്. 12 to 16 ഗ്രാം ഡെസിബലാണ്. മെയിലിനോ 12 to 16 ഡെസിബലാണ്. മെയിലിൻ്റെ കേസിൽ 14 to 18 ഗ്രാം ഡെസിബലാണ് മെയിലിൻ്റെ കേസിലുള്ളത്. ഇതൊരു ലെവലാണ്. ഈ ലെവലിൽ നമ്മളെ ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. അഥവാ ഈ ലെവലിൽ നിന്ന് ഹീമോഗ്ലോബിൻ കുറയുകയാണെങ്കിൽ നമുക്ക് പിടിപെടുന്ന ഒരു അസുഖമാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയും. അപ്പം ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഹീമോഗ്ലോബിൻ കുറഞ്ഞാലുണ്ടാവുക അസുഖം ഏതാണെന്നും, പിന്നെ ഹീമോഗ്ലോബിൻ എവിടുത്തെ പിഗ്മെൻ്റാണ്? RBCയിൽ കാണപ്പെടുന്ന പിഗ്മെൻ്റാണ്. ഹീമോഗ്ലോബിനിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ് പ്രധാന പ്രോട്ടീൻ എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? 14 to 18. സ്ത്രീകളിൽ 12 to 16 ആണ് ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിന് എത്ര തന്മാത്ര? 4 ഓക്സിജൻ തന്മാത്രയും 4 കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിന് അളവ് കുറയുന്നത്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഹീമോഗ്ലോബിൻ്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ ഹ്യൂമൻ ബീങ്സ് മാത്രമാണോ റെസ്പിറേഷൻ നടത്തുന്നത്? അല്ല, ജീവനുള്ള എല്ലാ പാർട്ടിക്കിൾസും റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ടെക്സ്റ്റിൽ 3 ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് റെസ്പിറേഷൻ നടത്തുന്നത്. ആ 3 ആൾക്കാരെ നിങ്ങൾ പഠിച്ചാൽ മതി. ആരൊക്കെയാ? അമീബ, എർത്ത്-വേം, ഫിഷ്. ഇവർ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അമീബ നമുക്കറിയാം ഒരു മൈക്രോ ഓർഗാനിസമാണ്. അമീബ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം ഉപയോഗിച്ചുകൊണ്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്. സെൽ മെംബ്രെയിൻ അല്ലവ കോശസ്തരം ഉപയോഗിച്ചുകൊണ്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്. അടുത്തത് എർത്ത്-വേം അല്ലെങ്കിൽ മണ്ണിര. എർത്ത്-വേം അല്ലെങ്കിൽ മണ്ണിര അതിൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്. അടുത്തത് നമുക്കറിയാം മത്സ്യം അല്ലെങ്കിൽ ഫിഷ് എന്ന് പറയുന്നത് ഗിൽസോ അല്ലെങ്കിൽ ശകുലം. ശകുലം എന്ന് പറയാം, ഗിൽസ് അല്ലെങ്കിൽ ശകുലം. നമുക്കറിയാലേ മത്തിയൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ ഒരു ചെകില പോലെ കാണപ്പെടുന്നുണ്ടല്ലോ, അതാണ് ശകുലം അല്ലെങ്കിൽ ഗിൽസ്. അത് ഉപയോഗിച്ചിട്ടാണ് അത് റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ 3 ജീവികളും അവയുടെ പാർട്സ് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. ഇത് മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കാം. അമീബ സെൽ മെംബ്രെയിൻ, മണ്ണിര ഡാഷ് എന്ന് ചോദിച്ചാൽ അവിടെ സ്കിന്ന് എന്ന് എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫിഷ് എന്ന് ചോദിച്ചാൽ ഗിൽസ് അല്ലെങ്കിൽ ശകുലം എന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട അടുത്ത പോയിന്റിലേക്ക് പോവാം. പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സിൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം സാധ്യമാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്.
നമുക്കറിയാം പ്ലാന്റ്സിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ? ലീഫ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട് അല്ലേ? ഇതിൽ ഓരോ ഭാഗങ്ങൾക്കും റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇലകൾ, ലീഫ് അഥവാ ഇളം തണ്ടുകളുണ്ടാവും. സ്റ്റെം അധികം കട്ടി വെക്കാത്ത ഇളം തണ്ടുകൾ, ലീഫ് എന്നത് സ്റ്റൊമാറ്റ എന്ന ഭാഗം ഉപയോഗിച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്. സ്റ്റൊമാറ്റ എന്ന ഭാഗം ഉപയോഗിച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്. ആരൊക്കെയാ? ലീഫ്, പിന്നെ സ്റ്റെം. ലീഫ് അഥവാ സ്റ്റെം എന്ന് പറയുന്ന ഭാഗങ്ങൾ ഏതുപയോഗിച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നത്? സ്റ്റൊമാറ്റ എന്ന ഭാഗം ഉപയോഗിച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്. ദെൻ റൂട്ട്, പിന്നെ ഹയർ ആയിട്ടുള്ള സ്റ്റെം കാണപ്പെടുന്നുണ്ടല്ലോ. ഹയർ ആയിട്ടുള്ള സ്റ്റെം, റൂട്ട്, വേരുകളും ഒരു കട്ടി കൂടിയ കാണ്ഡവും ഏതിലാണ് റെസ്പിറേഷൻ നടത്തുന്നത്? ലെൻറ്റിസെൽ എന്ന് പറയും. ലെൻറ്റിസെൽ എന്ന് പറയും. ലീഫും സ്റ്റെമ്മും എന്ന് ഉദ്ദേശിച്ചത് ഇളം തണ്ട്, അത് റെസ്പിറേഷൻ നടത്തുന്നത് ഏതുപയോഗിച്ചിട്ടാണ്? സ്റ്റൊമാറ്റ എന്ന ഭാഗം ഉപയോഗിച്ചിട്ടാണ്. മലയാളത്തിലും സ്റ്റൊമാറ്റ എന്ന് തന്നെയാണ് പറയുന്നത്. റൂട്ട്, പ്ലാന്റ്സിൻ്റെ റൂട്ടും തടിച്ച സ്റ്റെമ്മും ഏതുപയോഗിച്ച് റെസ്പിറേഷൻ നടത്തുന്നു? ലെൻറ്റിസെൽ. മലയാളത്തിലും ലെൻറ്റിസെൽ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇലയിലും ഇളം കാണ്ഡത്തിലും ചെറു സൂക്ഷ്മമായ സ്റ്റൊമാറ്റയും, പിന്നെ കട്ടികൂടിയ തിക്നെസ് ആയിട്ടുള്ള കാണ്ഡത്തിലും, പിന്നെ വേരും ഏതിൽ കൂടെ? ലെൻറ്റിസെല്ലുകളിലൂടെയാണ് റെസ്പിറേഷൻ നടത്തുന്നത്. പിന്നെ മണ്ണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള വേരുകൾ ഡയറക്റ്റായിട്ട് തന്നെ റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പ്ലാന്റ്സിൽ ആലോചിക്കാമുള്ളൂ. അവർ ചോദിക്കുന്നത് ലീഫും സ്റ്റെമ്മും ഇളം തണ്ടും ഏത് ഉപയോഗിച്ചിട്ടുള്ള റെസ്പിറേഷൻ നടത്തുന്നതെങ്കിൽ നിങ്ങളത് സ്റ്റൊമാറ്റ ആണെന്ന് മനസ്സിലാക്കുക. റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലെൻറ്റിസെല്ലാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് അനറോബിക് റെസ്പിറേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനറോബിക് റെസ്പിറേഷൻ. 2 തരം റെസ്പിറേഷൻ ഉണ്ട്, എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. ഇത് ഒരാളുടെ പ്രസൻസിലൂടെയും അല്ലെങ്കിൽ ഒരാളുടെ അഭാവത്തിലൂടെയും നടത്തുന്ന റെസ്പിറേഷൻസ് ആണ്. എയറോബിക് റെസ്പിറേഷൻ എന്നാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടത്തുന്നതിനാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അനറോബിക് എന്തായിരിക്കും? അനറോബിക് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ആബ്സെൻസിൽ റെസ്പിറേഷൻ നടത്തുന്നതിനാണ് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് നമ്മളിവിടെ റെസ്പിറേഷൻ നടത്തുന്നത്. അപ്പം 2 എക്സാമ്പിളാണ് ടെസ്റ്റിൽ തന്നത്, കൃത്യമായിട്ട് പഠിക്കുക. അനറോബിക് റെസ്പിറേഷൻ്റെ 2 എക്സാമ്പിൾ നമുക്കൊക്കെ അറിയാം. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ? പാല് തൈരാവുന്നത് അല്ലേ? പാല് തലേദിവസത്തെ പാല് പിറ്റേന്ന് നോക്കുമ്പോൾ തൈരായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? നമ്മളൊക്കെ അമ്മമാർ രാത്രിക്ക് അരി അരച്ച് വെക്കും അല്ലേ? പിറ്റേന്നേക്ക് അത് പതച്ച് പൊന്ത് പുളിച്ച് നിൽക്കും അല്ലേ? അത് 2 പ്രോസസ്സ് നടക്കുന്നത് അനറോബിക് റെസ്പിറേഷൻ വഴിയാണ്. അപ്പോൾ പാല് തൈരാവാൻ, മിൽക്ക് കേടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, മിൽക്ക് കേടാവാൻ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. മിൽക്ക് കേടാവാൻ സഹായിക്കുന്നത്, മിൽക്ക് കേടാവുന്നതാണ് തൈര് അല്ലേ? മിൽക്ക് കേടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ലാക്ടോബാസിലസ് ബാക്ടീരിയ. ദെൻ ഈസ്റ്റ് എന്ന് പറയുന്നത് മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ട് അല്ലേ? മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇവ 2 പ്രോസസ്സും നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. ഈ 2 പ്രോസസ്സും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. അനറോബിക് റെസ്പിറേഷൻ ഓർത്ത് വെക്കണം. ഓക്സിജൻ അവിടെ ഇല്ല, ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്? പാല് തൈരാവുന്നതും മാവ് പുളിക്കുന്നതും. പാല് തൈരാവാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. മാവ് പുളിക്കാൻ സഹായിക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഈ 2 പ്രോസസ്സ് നടക്കുന്നത് ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സെല്ലുലാർ റെസ്പിറേഷൻ, ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലും. അപ്പം ഇവിടെ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നത് അല്ലേ? ഗ്ലൈക്കോലൈസിസിൻ്റെ അതേ പ്രോസസ്സാണ്. ഗ്ലൂക്കോസ് എന്താവുന്നു? പൈറൂവിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 2ലും പൈറൂവിക് ആസിഡായിട്ട് തന്നെയാണ് മാറുന്നത്. ദെൻ പൈറൂവിക് ആസിഡ് ഗ്ലൈക്കോലൈസിസിൻ്റെ കേസിൽ എന്താവുന്നുണ്ട്? അവിടെ പൈറൂവിക് ആസിഡിനെ എന്താക്കുന്നുണ്ട്? എനർജിയും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ പൈറൂവിക് ആസിഡ് എന്തായിട്ടാണ് മാറുന്നത്? ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നത്. ഈ ലാക്റ്റിക് ആസിഡാണ് തൈര്. ഈ ലാക്റ്റിക് ആസിഡായിട്ടാണ് ഇവിടെ മാറുന്നത്. അതങ്ങനെയാണ് പാല് തൈരാവുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. ഇത് 2 നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ് എന്തിന്?
പാല് തൈരാവാൻ വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? പൈറൂവിക് ആസിഡ് ആവുന്നു. പൈറൂവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ടാണ് മാറുന്നത്. ദെൻ ഈസ്റ്റിൻ്റെ കേസിൽ അവിടെ പൈറൂവിക് ആസിഡ് തന്നെയാണ് ആവുന്നത്. ദെൻ പൈറൂവിക് ആസിഡ് അവിടെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡായിട്ടാണ് മാറുന്നത്. എന്തൊക്കെയാണ്? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് മാറുന്നത്. നമ്മൾ അപ്പമൊക്കെ ചുടുമ്പോൾ ദോശയൊക്കെ ചുടുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് ഹോളുകൾ വരുന്നില്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് റിലീസായി പോകുന്നത്. അല്ലെങ്കിൽ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ മാവിന് ചുറ്റും ഓട്ടകളുണ്ട് അല്ലേ? അതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് റിലീസ് ആവുന്നതാണ്. അപ്പം ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ മാവ് പുളിക്കാനാണ്. അപ്പോൾ ചോദിക്കാം, മാവ് പുളിക്കാൻ സഹായിക്കുന്നത് ഈസ്റ്റാണ്. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആകുന്നു. പൈറൂവിക് ആസിഡ് നേരെ എന്താകുന്നു? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആവുന്നു. ഇതാണ് അവിടെ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇതിനെ മലയാളത്തിൽ അവായു ശ്വസനം എന്നാണ് പറയുന്നത്. അവിടെയും ലാക്ടോബാസിലസ് ബാക്ടീരിയ ഈസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ്. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആവുന്നു, ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. അതാണ് എന്ത്? പാല് തൈരാവുന്നത്. ഈസ്റ്റ്, ഗ്ലൂക്കോസ്, പൈറൂവിക് ആസിഡ്, ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ മാവ് പുളിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അത് പഠിക്കുക. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആദ്യം എടുത്തിരിക്കുന്ന വീഡിയോ എന്തായാലും കൃത്യമായിട്ട് എല്ലാവരും കാണണം. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞാൽ നമ്മൾ ഹീമോഗ്ലോബിൻ പഠിച്ചു അല്ലേ? ഹീമോഗ്ലോബിൻ പഠിച്ചു. ഹീമോഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ് ആലോചിച്ച് നോക്കുക. എവിടെയാണ് കാണപ്പെടുന്നത്? അതിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? എത്രത്തോളം കാണപ്പെടുന്നുണ്ട്? പുരുഷന്മാരിലും സ്ത്രീകളിലും അളവ്? എത്ര ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡും ക്യാരി ചെയ്യുന്നുണ്ട്? ഹീമോഗ്ലോബിൻ കുറഞ്ഞാലുള്ള അസുഖം എന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് വെക്കണം. പിന്നെ നമ്മൾ 3 മൈക്രോ ഓർഗാനിസത്തിന് പറഞ്ഞു. മൈക്രോ ഓർഗാനിസം അല്ല, ഓർഗാനിസം ഏതൊക്കെയാണ്? അമീബ, എർത്ത് വേം, ഫിഷ്. അവരുടെ ഏത് പാർട്ട് ഉപയോഗിച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്തുന്നത്? പിന്നെ നമ്മൾ പറയുന്നത് പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ റെസ്പിറേഷൻ നടക്കുന്ന വിവിധ പാർട്ടും എവിടെയാണ്, എന്താണ്, ഏതിലൂടെയാണ് റെസ്പിറേഷൻ നടത്തുന്നത് എന്നും പറഞ്ഞു. ദെൻ പറഞ്ഞത് നമ്മൾ പഠിച്ചത് ഇതാണ് എന്ത്? അനറോബിക് റെസ്പിറേഷൻ ആണ്. രണ്ടെണ്ണേ പറയാനുള്ളൂ. പാല് തൈരാവുന്നതും മാവ് പുളിക്കുന്നതും 2 പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കുക. രണ്ടും സൈറ്റോപ്ലാസത്തിലാണെന്ന് പഠിക്കുക, ഓക്സിജൻ്റെ ആബ്സൻസിലാണെന്നും പഠിക്കുക. അപ്പോൾ ഇത്രയും ഭാഗമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. ഇത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.